ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചില സങ്കടമൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്കൂളാട്ടോ. 9 വർഷമായി ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ആദ്യം പബ്ലിക് സ്കൂളാണ്. ഇനി ഈ സ്കൂളിനോട് ഞാൻ വീഡിയോ പറഞ്ഞു പോവാട്ടെ. ഇനി വേറെ സ്കൂളായിരിക്കും. ഇതുവരെ CBSE പഠിച്ചു. ഇനി കേരള സിലബസിലോട്ട് മാറുകയാണ്. എനിക്ക് ആദ്യം ഒരു ഇടയില്ല എങ്ങനെയാണ് എന്താണെന്ന്. അപ്പോൾ TCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാട്ടെ. ഞാനും ഉണ്ടായിരുന്നില്ല ഉണ്ടായി. എൻ്റെ മൂത്ത സിസ്റ്റർ ഇവിടെ 7th വരെ പഠിച്ചു. അപ്പോൾ ഞാനും ഇവിടെ 7th വരെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി 8th കേരള സിലബസ് ആയിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ TCക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. IT ലാബ് ആട്ടു ഗൈസ്. അത് നല്ല അടിപൊളി സ്കൂളാണ്. എത്ര ആണെങ്കിലും എൻ്റെ ഫസ്റ്റ് സ്കൂളല്ലേ. അപ്പം അതിൻ്റേതായ സങ്കടമൊക്കെ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സുകളും അതിന് മാറുന്നില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ മാറുന്നുണ്ട്. ഇത് ലൈബ്രറി ആട്ടോ. ലാസ്റ്റ് ദിവസം ആയത് കൊണ്ട് ഞങ്ങൾ സ്കൂൾ ഫുള്ള് കാണാൻ വിചാരിച്ചത് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇതിലൂടെയൊക്കെ ഞാൻ കുറേ നടക്കേണ്ടൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഫുഡ് കോർട്ടാട്ടോ, ക്യാൻറ്റീനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലെല്ലിനോട് പറഞ്ഞു, നമുക്ക് ഇതട്ടോ എൻ്റെ ബിൽഡിങ്. അപ്പോൾ ഈ ഗേൾസ് ബിൽഡിങ്ങിലോട്ട് പോയാലോ, അവിടെ ഏതായാലും ഫസ്റ്റ് ഫ്ലോർ ഓപ്പൺ ആണല്ലോ. അപ്പം ജസ്റ്റ് പോയി നോക്കാൻ വിചാരിച്ചു. അതിന് പോയി നോക്കിട്ടോ. ഞാൻ പറഞ്ഞു ഇതാട്ടോ എൻ്റെ ഞാൻ ലാസ്റ്റ് എഴുതിയ എക്സാം, എൻ്റെ ഒരു ക്ലാസ് ഇതാട്ടോ പറഞ്ഞു. അപ്പം എൻ്റെ ഒറിജിനൽ ക്ലാസ് മുകളിലാണ്. അപ്പം മുകളിലോട്ട് കയറിയപ്പോൾ ഞാൻ സസ്യമായി ഗായ്സ്. അവിടുത്തെ ഡോറ ഗേറ്റ് അങ്ങനത്തെ സംഭവം തുറന്നിട്ടില്ല. അപ്പം ഞാൻ സസ്യമായി ഗായ്സ്. പിന്നെ ഇതൊരു മിറർ ആട്ടോ. വരുമ്പോഴത്തേനും ഒരു മിറർ ഉണ്ടായിരുന്നു. എപ്പോഴും എല്ലാ കുട്ടികളും ഇതിൽ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ ഗായ്സ്, മായതിൻ പബ്ലിക് സ്കൂൾ. അങ്ങനെ ഈ സ്കൂളിനോട് ഇവിടെ പറയും ഗായ്സ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, TC ഞങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴൊക്കെ ഞാൻ മായതിൻ്റെ സ്റ്റുഡൻ്റാണ്. പക്ഷെ ആ TC കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ മായതിൻ്റെ സ്റ്റുഡൻറ്റേ അല്ലേ ഗായ്സ്. അങ്ങനെ ഞാൻ സ്കൂളിനോട് ഇവിടെ പറയും ഗായ്സ്. ഇപ്പം എൻ്റെ കയ്യിൽ TC കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സ്കൂളത്തെ സ്റ്റുഡൻ്റ് ആവില്ല ഗായ്സ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. TC ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇത് IT സാറാട്ടോ. IT ലാബിൽ നിന്നാണ് ഞങ്ങൾക്ക് TC കിട്ടിയത്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ TC കിട്ടും ഗായ്സ്. ഇത് ഇപ്പോഴൊക്കെ മായതിൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ TC കിട്ടി ഗായ്സ്. ഇത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ TC കിട്ടി. അപ്പോൾ ഞാൻ ഇനി മായതിൻ്റെ സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ IT സാർ പറഞ്ഞു ആ TCയിൽ പ്രിൻസിപ്പാളിൻ്റെ സൈന് വേണം പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാളുടെ റൂമിലോട്ട് പോയി. അപ്പോൾ അതുകൂടി റെഡിയായാൽ ഞാനിനി മായതിൻ്റെ സ്റ്റുഡൻ്റ് ആവില്ല ഗായ്സ്. ഒരുപാട് സങ്കടമുണ്ട്. എന്തൊക്കെയാണെങ്കിലും സങ്കടം വേണ്ട ആവശ്യമില്ല. ഒരു കാലമാകുമ്പോൾ സ്കൂളിൽ മാറുമല്ലോ. പിന്നെ ഇപ്പം എന്തെങ്കിലും സങ്കടം വേണ്ട. എന്നാലും ഇതിൻ്റെ ഫസ്റ്റ് സ്കൂളായതുകൊണ്ട് എനിക്ക് സങ്കടം സാരില്ല. എന്തൊക്കെയാണ് ഒരു കാലം മാറും. അപ്പം ഞാൻ TC കിട്ടി. അപ്പോൾ ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത് കോട്ടപ്പടി ബോയ്സ് സ്കൂളാട്ടോ. ഇത് ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ CBSE പഠിച്ചു. ഇനി കേരള സിലബസ് എങ്ങനെയാണ് എന്താണ് ആദ്യം ഐഡിയ എങ്ങനെയെങ്കിലും റെഡി ആയിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ഇനി മുതൽ ഇതാണ് ഗൈസ് എൻ്റെ സ്കൂൾ. പിന്നെ ഞാൻ ഓഫീസിലോട്ട് കയറി. അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേർക്കാൻ പോയതിൻ്റെ ഉമ്മ, ഞാൻ, പിന്നെ എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നതുള്ളൂ. പിന്നെ ഞങ്ങൾ യൂണിഫോം ഇതട്ട് ഗൈസ്, യൂണിഫോമിൻ്റെ കളർ. അപ്പോൾ യൂണിഫോം വാങ്ങിച്ചു. പിന്നെ ഇതുവരെ ആളുകളും എന്നോട് ചോദിക്കുന്നത് എന്താ മോളെ നീ ഏത് സ്കൂളെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആദ്യം പബ്ലിക് സ്കൂൾ എന്നാണ് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ബോയ്സ് സ്കൂൾ എന്നാണ് ഞാൻ പറയുക. അങ്ങനെ എന്തൊക്കെ. പിന്നെ ഇവിടുത്തെ ഈ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യേണ്ട ചേച്ചി. അപ്പോൾ ചേച്ചിനോട് ചോദിച്ചു 8th സ്റ്റാൻഡേർഡിൻ്റെ ഫ്ലോർ ഒന്ന് കാണിച്ചു തരുമോ, അവിടുത്തെ ഒരു ക്ലാസ് ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ശരി എന്ന്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഫുൾ 8th സ്റ്റാൻഡേർഡാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ആകെ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് മലയാളം മീഡിയമാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് B 8th F 8th G ഇതിലേതെങ്കിലും 8th A ഒക്കെ എൻ്റെ ക്ലാസ് ആവാം. ഞാൻ തൽക്കാലത്തിന് 8th Fലോട്ട് കയറി. നല്ല വൃത്തിയുള്ള ക്ലാസ്സാണ് കേട്ടോ. നല്ല ഫാനൊക്കെ ഉണ്ട്. ഞാനവിടെ ഒരു ബെഞ്ചിൽ പോയി ഇരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇതിലേതെങ്കിലും ഒരു ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ മായതിൻ പബ്ലിക് സ്കൂളോട് ഇവിടെ പറഞ്ഞു. ഞാൻ ഇനി ബോയ്സ് സ്കൂളാണ് ഗായ്സ്. സോ ബൈ ഗായ്സ്.